റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് 2 ബ്രേക്കിംഗ് വാർത്തകളാണ് റിപ്പോർട്ടർ ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ബ്രേക്കിംഗ് നമ്പർ 1. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് നടിയുടെ കാറിൽ തന്നെയാണെന്ന് സ്ഥിരീകരണമായിരിക്കുന്നു. നടിയെ ഉടൻ ചോദ്യം ചെയ്യും. നടിയുമായി പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടു. നടിയുമായി രാഹുലിന് അടുത്ത ബന്ധമെന്നും സ്ഥിരീകരണം. രാഹുലിനായി കേരളത്തിനു പുറമെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതം. ബ്രേക്കിംഗ് നമ്പർ 2. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗത്തിനും ഗർഭഛിദ്രത്തിനും തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് സ്ഥിരീകരണം. ബലാത്സംഗത്തിനിടെ ഉപദ്രവിച്ചതിന് ഫോട്ടോകളടക്കം തെളിവ്. ഗർഭിണിയാകാൻ നിർബന്ധിച്ചത് രാഹുലെന്നും കണ്ടെത്തി. ഗർഭഛിദ്രത്തിന് തെളിവായി മെഡിക്കൽ രേഖകൾ. രാഹുൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും പോലീസ്. മുൻകൂർ ജാമ്യത്തെ എതിർത്ത് SIT ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഹരിമോഹനും ഇക്ബാൽ അറക്കലും ആറുഷിപാലും ചേരുന്നു തത്സമയം. ആദ്യം ഹരിമോഹനിലേക്ക്. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് ഇക്ബാൽ. ഗുഡ് മോർണിംഗ് ഋഷിപാൽ. ഹരി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഒരു ചുവന്ന പോളോ കാറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇന്നലത്തെ പ്രധാനപ്പെട്ട അഭ്യൂഹങ്ങളെല്ലാം. പക്ഷേ അത് അഭ്യൂഹമായി തന്നെ നിന്നു. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഈ കാറിൽ തന്നെയാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്നാണ്. അതൊരു നടിയുടെയും മോഡലിന്റെയും ഒരു കാറാണ്. ഇവർ ഈ കാറ് പാലക്കാട്ടിട്ടിട്ട് മറ്റെവിടെയോ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു കളഞ്ഞത്. സ്വകാര്യ വാഹനം, തൻ്റെ സ്വകാര്യ വാഹനവും ഉപേക്ഷിച്ച്, തൻ്റെ ഔദ്യോഗിക വാഹനവും ഉപേക്ഷിച്ച് നടിയുടെ കാറിലാണ് രക്ഷപ്പെട്ടത്. ഈ നടിയുമായി രാഹുലിന് നല്ല ബന്ധമാണെന്നും SIT കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ ഹരി? അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഈ ഇന്നലെ മുതൽക്ക് തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ രക്ഷപ്പെട്ട കാറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് യുവതി പരാതി കൊടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ ആ കാറിൽ കയറി രാഹുൽ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ചുവന്ന പോളോ കാർ, ആ പോളോ കാർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലാണ് അതിന്റെ ഉടമസ്ഥത അല്ലെങ്കിൽ അത് ആരുടെ കാറാണ് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. അത് നമ്മൾ ഇന്നലെ തന്നെ നൽകിയതുപോലെ ഒരു നടിയുടെ കാറാണ്. അതായത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടിയുടെ കാർ തന്നെയാണ് എന്നുള്ള കാര്യം പോലീസിനെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നടിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. നടിയും രാഹുലുമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുമുണ്ട് എന്നുള്ളതടക്കമുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നടിയെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നടിക്ക് നോട്ടീസ് നൽകും. നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. ഏത് സാഹചര്യത്തിലാണ് ആ കാർ അങ്ങനെ കൊടുത്തുവിടാനുള്ള തീരുമാനമുണ്ടായത്, അല്ലെങ്കിൽ രാഹുൽ തന്നോട് അല്ലെങ്കിൽ നടിയോട് പറഞ്ഞിട്ടുണ്ടോ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒളിവിൽ പോകാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് കാർ വാങ്ങുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, രാഹുൽ എവിടെയാണെന്ന് അറിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നടിക്ക് എന്തെങ്കിലും പറയാനുണ്ടാകുമോ എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. പക്ഷെ എന്തായാലും ഈ പരാതിക്ക് തൊട്ടു പിന്നാലെ ആ കാറിൽ രക്ഷപ്പെടണമെങ്കിൽ നേരത്തെ തന്നെ ആ കാർ വാങ്ങിക്കൊണ്ട് കൈവശം വെച്ചുകൊണ്ട് അത്തരത്തിൽ ആസൂത്രിതമായ ഒരു നീക്കമാണ് രാഹുൽ നടത്തിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം എന്ന് പറയുന്നത്. നടിക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാകാമെന്നുള്ള ഒരു വിലയിരുത്തൽ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. ഏതെങ്കിലും രീതിയിൽ രാഹുലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ആ കാർ നൽകിയതെന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ തുടർ നടപടികളിലേക്ക് കൂടി പോലീസിന് കടക്കേണ്ടി വരുമെന്നുള്ളതാണ്. നേരത്തെ ഈ കാർ ആരാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കാര്യമായിട്ട് പരിശോധിച്ചിരുന്നു. കാരണം കാറിന്റെ ഉടമസ്ഥത ഈ നടിയുടെ സഹോദരിയുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാർ ആരാണ് ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഈ നടി തന്നെയാണ് സ്ഥിരമായിട്ട് ഈ കാർ ഉപയോഗിക്കാറുള്ളത്. ആ കാറിൽ തന്നെ മുൻപ് പാലക്കാട്ട് വന്നിട്ടുണ്ട്, രാഹുലിനെ കണ്ടിട്ടുണ്ട്, ചില പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതടക്കം സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ നോട്ടീസ് നൽകാനുള്ള തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ, രാഹുലിനെ ഒളിവിൽ പോകാൻ സഹായിച്ചിട്ടുള്ള കൂടുതൽ ആളുകളെ കൂടി ഇതിനിടയ്ക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നു. അതായത് ഒന്നിലധികം ആളുകളെ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനവും ഉണ്ടാകുന്നു. അതോടൊപ്പം രാഹുലിന്റെ കൂടെ തന്നെയാണോ ജോബി ജോസഫ് എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യം 2 വഴിക്ക് ഇവർ രണ്ടുപേരും മുങ്ങിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു വിലയിരുത്തലായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പോലീസ് സംഘം പരിശോധന നടത്തുന്നുണ്ട്. ഒരുപക്ഷെ നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് അത്തരത്തിൽ അടിയന്തരമായി എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല അരുൺ. ഓക്കെ.